ഹായ് ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി ഫാമിലി ആയിട്ടൊന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള ഒരു പരിപാടിയിലാണ് അല്ലേ. ഇവിടെ ഞാനും ഹിബയും മാറ്റി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ താഴത്തുള്ള ടീംസ് ഒക്കെ മാറ്റി വരണം, എന്നിട്ട് വേണം പോവാന്. നമ്മളെപ്പോഴും എന്താ പറയുക, സ്ഥലത്ത് ഇറങ്ങാൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലേറ്റ് ആവും. നമ്മൾ 8 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പോയി കഴിഞ്ഞാൽ 9-10 ആവും ലീവ്. അപ്പൊ മാറ്റാനുള്ള സമയം അങ്ങനെ കാണും. അപ്പൊ നമ്മൾ എന്തായാലും ബാക്കിലെന്താ അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ നിക്കാണ്. നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടല്ലേ. നല്ല പ്ലാനാ, ഒരു പ്ലാനും ഇല്ല. നമ്മളങ്ങനെ പറയണല്ലോ, പറയും നമ്മൾ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുള്ളൂ, എന്നാലേ ആ കാര്യം നടക്കുകയുള്ളൂ. ലേറ്റൊക്കെ പോയി കാണും. പിന്നെ ടെസ്റ്റ് നമ്പർ 1 1 മണിക്കൂറായി മാറ്റാൻ പോയിട്ട് ഇതുവരെ മാറ്റി കഴിഞ്ഞില്ല. ടെസ്റ്റ് നമ്പർ 1 കേട്ടോ, 1 മണിക്കൂറായി ആൾക്ക് മാറ്റാന്. ഇപ്പൊ മാറ്റിക്കണ്ട്. ചെസ് നമ്പർ 2 കാണിച്ചതാ. ചെസ് നമ്പർ 2 1 മണിക്കൂറായി മാറ്റാൻ ഇറങ്ങി. 1 മണിക്കൂറായി. ഇക്കാക്കനെ കാക്ക മാറ്റിയുള്ള 1/2 മണിക്കൂർ ഇരിക്കുന്നു. എന്താ അതാണ് അങ്ങനെ. എന്താ ചെയ്യാ ഗൈസ്, ഫുള്ള് മാറ്റാനൊക്കെ 5 മിനിറ്റ് നമ്മൾ വിചാരിക്കുന്നതാണ്. 5 മിനിറ്റ് അല്ല, അന്നെ ഞാൻ കറക്റ്റ് 8 മണിക്ക് പറഞ്ഞു, 9 മണിയായിപ്പോ. ഞാനും 8:38 ആയിട്ടുള്ളൂ. ഷാദിന്റെ കസിനാണ്, ഷാദിന്റെ ഉപ്പന്റെ പെങ്ങളെ മോനാണ്. എലത്തൂരുള്ള അങ്ങനെ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ. ഇപ്പൊ ചീറ്റ് ഡേ. നമ്മൾ ആദ്യം പോയിട്ട് നല്ല ഷവർമ കഴിച്ച്. ഷവർമ കഴിച്ചെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, നിങ്ങളത് എല്ലാ മിനി ബ്ലോഗിലും പറയും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കില്ലാന്ന്. വീഡിയോ എടുക്കുള്ളൂ. അതാണ്, അതുകൊണ്ടാട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ മെമ്മറൈസ് പോയിട്ട് ഒരു ഐസും അടിച്ചിട്ട് നേരെ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകണം വരട്ടെ അല്ലേ. ഇവനെ കൊണ്ട് പൊട്ടിക്കാൻ വേണ്ടി ഒരു സാധനം വെച്ചാണ്. നമ്മള് രണ്ടാമത് തന്നെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അറിയാത്ത സാധനം ഒന്നല്ല, പക്ഷെ വന്ന സമയത്ത് നമുക്ക് ക്യൂരിയസ് അല്ലേ പൊട്ടിക്കാൻ. കളർ അതറിയില്ല, പക്ഷെ സാധനം അറിയില്ലേ. പൊട്ടിക്ക് ഒരു വെറൈറ്റി സാധനം ഗൈസ് ഓർഡർ ചെയ്തത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളെ പ്രഗ്നൻസിയിൽ പോലും അല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര നമുക്ക് യൂസ്ഫുൾ ആയ സാധനമല്ലേ ഇവ. പൊട്ടിക്കുക, ആള് പൊട്ടിച്ച് കഴിയുമ്പോഴേക്ക് സംഭവം നമ്മള് കൊറേ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷെ അത് എത്രത്തോളം നല്ല അടിപൊളിയാണെന്നുള്ളത് നമുക്ക് അറിയില്ല, കാരണം നമ്മളിത് ഒരു അൺബോക്സ് ചെയ്ത് നോക്കിയില്ല. അപ്പൊ ചെയ്ത് നോക്കിയിട്ടാണ് സാധനം വെറുത്താണുള്ളത് നമുക്ക് മനസ്സിലാവല്ലേ. ഇവ പൊട്ടിച്ചോ. പക്ഷെ ചെറുതല്ല, വലുതുമല്ല. നോക്കിട്ട് സാധനം അവിടുത്തെ ഇത്രയും കുഞ്ഞേപ്പാ. നോക്കട്ടെ, ബോക്സ് നോക്കട്ടെ. എന്നിട്ട് ഏതാ, ഞാൻ ഈ കളർ ഓർഡർ ചെയ്ത്. അയ്യവാ, ക്യൂട്ടാണല്ലോ ഗൈസ്. സംഭവം നൈസ്, നല്ല ക്യൂട്ടല്ലേ. സംഭവം എന്താ പറയുക ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. അവള് പറയുന്നതിന് മുമ്പേ, ഇതാണ് നമ്മളെ ഫോൾഡബിൾ ബോട്ടിൽ, വാട്ടർ ബോട്ടിലാട്ടോ സംഭവം. ഇത് ഇവൾക്കിപ്പോൾ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ ഓൺലൈനിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ വാങ്ങിച്ചു കൂട്ടാം. നല്ല പിൻട്രസ്റ്റിലൊക്കെ കാണുന്നുണ്ട്, അപ്പം വാങ്ങിക്കും. സംഭവം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുപ്പി വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഉഷാറായിരിക്കും. പക്ഷെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ഭയങ്കര എനിക്കൊക്കെ ഉള്ളൊരു സംഭവം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് എടുക്കും. അപ്പൊ എന്താക്കുന്നറിയോ, റീയൂസബിൾ ആയിട്ടുള്ള റീയൂസ് ചെയ്യാൻ പറ്റാത്ത ബോട്ടിലുകൾ ഉണ്ടാവില്ല നമുക്ക് വെള്ളത്തിലൊക്കെ കിട്ടുന്ന, ആ ബോട്ടിലും കൊണ്ടുപോകും. എന്നിട്ട് വഴിയില് എന്താക്കും, എവിടെയെങ്കിലും വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് പോരലാണ് പതിവ്. അപ്പൊ ഇത് സിലിക്കൺ കേട്ടോ, നല്ല ക്യൂട്ട് ബോട്ടിലെ. എനിക്ക് 500 ml അത് വരുന്നത്. എന്റെ ബോക്സിന്റെ മുകളിലുണ്ടോ, അല്ല 600 ml. ഇതൊക്കെ കണ്ടോ, ബോക്സിന്റെ മുകളിൽ 600 ml ആണ്. അപ്പൊ എന്താ പറയാ, നമ്മളും ഇത് ഫസ്റ്റ് ആയിട്ട് തുറന്നു നോക്കാണ്. പക്ഷെ കണ്ടിട്ട് നല്ല ഇതുണ്ടല്ലേ, നല്ല രസമുണ്ട്, ക്വാളിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ നൈസായി കണ്ടോ, സിമ്പിളാ. അതുപോലെ നമുക്ക് പിന്നെ കീച്ചേന്മാരുണ്ട് കണ്ടോ, നമുക്ക് ബാഗിലോ അങ്ങനെയൊക്കെ തൂക്കിടാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ലേ. സംഭവം നൈസേ. മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ പറ്റാ. അവൾക്ക് ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചിട്ട്
കുറച്ച് ഫ്രൂട്ട്സ് ഇന്നലെ വാങ്ങിച്ചിരുന്നു. അതിൽ ഫസ്റ്റ് ഞാനൊന്ന് അവക്കാടോ പൊട്ടിച്ച് നോക്കിയതാണ്. അവക്കാടോ കണ്ട ഇവക്കാടോ മര്യാദയ്ക്ക് ഓക്കെ. ഇത് ഞാൻ എടുക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത്ര കറുത്തുള്ള സമയത്ത്. അപ്പോൾ എവിടെ ചോദിച്ചാണ് എന്ത് ഇത് കെട്ടതാണോ എന്ന് വെച്ചാൽ. അപ്പോൾ പറയുന്നത് എല്ലാം നല്ല പൈത്തതാണ്, നല്ല പൈത്ത, നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ആ കളർ എന്നുള്ളത്. എന്തായാലും ഇവിടുത്തെ ജ്യൂസ് അടിക്കാൻ നേരത്തല്ല മനസ്സിലായി. ഞാൻ വായിൽ വെച്ചിട്ട് വായയിൽ പോലും വെക്കാൻ പറ്റില്ല, ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കണം, നല്ല പൈത്തത്. അങ്ങനെ ഇപ്പം അടുത്തത് നമുക്ക് സിട്രസ് ഉള്ളത് ഉള്ളതൊന്നും ജ്യൂസ് അടിച്ച് തീർക്കാമെന്നല്ലേ. അപ്പം ഞാൻ വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് വലിയ ജ്യൂസ് അടിക്കാനൊന്നും അറിയില്ല. ഞാൻ അടിക്കലുണ്ടെന്നല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേകത ഉണ്ട്. അപ്പോൾ ജ്യൂസ് ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, വേറെ ആരും കഴിക്കൂല. കാരണം ഞാൻ തട്ടിക്കൊട്ടിലാണ് ഉണ്ടാക്കാം. ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ജ്യൂസ് ആണെങ്കിൽ നല്ല കട്ട പാല് വിത്ത് ഷുഗർ കറക്റ്റ് ആയിരിക്കണം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കിപ്പോൾ പാലില്ലെങ്കിൽ കുറച്ച് പാലേ മതി. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ എന്താ നമ്മളെ നേന്ത്രപ്പഴമൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടേ ഞാൻ ജ്യൂസ് അടിക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ അതൊന്നും പിടിക്കില്ല. പക്ഷേ എന്താ പറയുക, ഇപ്പം ഞാൻ പിന്നെ വൈഫ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ, നമ്മൾ ഇഷ്ടത്തോടെ ചേർക്കണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ ജ്യൂസ് അടിച്ച് ഇപ്പോൾ ജ്യൂസിലൊക്കെ സ്പെഷ്യലൈസ് ആയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ വരുന്നുണ്ട്. ബെറ്റർ ആയിരിക്കും. അതേമാതിരി തന്നെ ഞാൻ ഗൾഫിൽ എന്ന സമയത്താണ് കുറച്ചിങ്ങി ഫുഡ് ഉണ്ടാക്കിയത്. പക്ഷെ അവിടെ അന്ന് മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. എന്നാലും 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നാലും മെസ്സ് ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കാത്തതിൻ്റെ പഠിക്കുന്നത്. ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കുകയാണ്. കുറച്ചായിട്ട് ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാമെന്നല്ല, അങ്ങനല്ല അതിൻ്റെ സിസ്റ്റം അല്ലേ. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കും ഉണ്ടോ. എന്താ ചെയ്യുക, ഞാനിപ്പോൾ ഇങ്ങനെ സ്നേഹത്തോടെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ തന്നെ പറയുന്ന മോശം. ഓള് പറയട്ടെ കൈസ്, ഓള് പറയട്ടെ, ഉണ്ടാക്കല്ലേ. ജ്യൂസ് അടിക്കാൻ അറിയാത്ത ഞാൻ ജ്യൂസ് അടിക്കുന്നു, കുക്കിംഗ് അറിയാത്ത ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നു. എന്തൊക്കെയാ ഞാൻ ചെയ്യുന്നു പഠിച്ചവനെ. പിന്നെ സ്നേഹമല്ല, എന്നോട് പറഞ്ഞ് പഞ്ചസാര വേണ്ട, ഉപ്പ് മതി, അതുകൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഇത് അടിക്കാൻ തന്നെ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവക്കാടോ അടിക്കാൻ വിചാരിച്ചു. അവക്കാടോ പക്ഷേ ഗൈസ് നമുക്ക് പണി തന്നേ. നിങ്ങളെ ഫ്രൂട്ട്സിന്റെ പീഡക്കാരെ എങ്ങനെ ചെയ്യല്ല. നമ്മളവിടെ ചോദിച്ചു, എനിക്ക് ഇവൾക്ക് കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചേ, അല്ല ചേട്ടാ ഇത് മറ്റേ കറുത്തക്കല്ലോ, അപ്പൊ ഇത് കെട്ടതായിരിക്കില്ല, അത് പൈത്തതാണ്. നമ്മൾ പിന്നെ അവക്കാടോ സ്ഥിരമായിട്ട് അങ്ങനല്ല, അറിയാത്ത നമ്മളെ വെച്ചാൽ നല്ലത്. കാരണം ഇതിനു മുമ്പേ പച്ച വാങ്ങിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പണിയിട്ടുണ്ട്. വാടി പഴുത്തമാതിരി ആയിട്ട് അതങ്ങനെ. അപ്പൊ വിചാരിച്ച് ബ്രൗൺ കളർ ആയിട്ടാണ്. ബ്രൗൺ കളർ ആയിരിക്കുന്ന സമയത്ത് അത് കെട്ടത്. എന്തായാലും റീസെന്റ് ആയിട്ട് നമുക്ക് 2 പ്രാവശ്യം അവക്കാടിൽ ഉണ്ട കെട്ടി. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ച സമയത്ത് അടിപൊളിയായിരുന്നു. അപ്പൊ എന്താ പറയാ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് അതവിടെ ഉണ്ട്. ഈ കപ്പിങ് ഉണ്ടല്ലേ, ഈ കപ്പിന്റെ വാപ്പ പണ്ട് ഗൾഫിന്നുണ്ടെന്നോ. ഏത് ഖത്തറിലായ സമയത്ത് എനിക്കൊന്ന് നല്ല രസമല്ലേ, ക്യൂട്ടല്ല അത്. ആരോ ബെല്ലടിച്ചിക്കല്ലേ, പോയേക്കട്ടെ. അപ്പോൾ ആരോ ബെല്ലടിച്ചിട്ടുണ്ട്. എന്താ പറയുക, അധികം എന്തെങ്കിലും ഡെലിവറി കൈ അവിടെ വരാം, അല്ലെങ്കിൽ എന്താ പറയുക പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ എന്തെങ്കിലും തരാൻ, അതൊക്കെ അവിടെ വരല്. പോയി നോക്കട്ടെ. കാരണം ഓരോന്നോരോന്നും ഇങ്ങനെ ഇപ്പം അങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ ഓർഡർ ചെയ്യും. ബെല്ലടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, പോയാക്കട്ടെ. അതും മറ്റേ കുറിയാ. സാധാരണ ഞാൻ ഓടുന്നത് വെച്ചാൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഡെലിവറി ഓർഡർ ചെയ്യുന്നതും കൊണ്ട് അതായിരുന്നു വെച്ച് പോകുന്ന. അപ്പം അത്ര അങ്ങനെ കാണേ. അപ്പം നമ്മൾ ഇന്നലെ എന്താ രാത്രി ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി ഫുഡൊക്കെ അടിച്ച് എന്താ പറയുക അല്ലേ ഇവ ഒന്ന് ചില്ല് ചെയ്ത് രാത്രി കൂടി നേരെ വൈകിട്ടാണ് എത്തിയത്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ രണ്ടാളും ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഞാനും ഇവയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ. താങ്ക് യു. ഞാൻ ടേസ്റ്റ് ചെയ്തു. എന്നാൽ ശരി, ബായ്.